സോ ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് കുറച്ച് സിമ്പിളായിട്ട് ചില ചോദ്യങ്ങളും ചില കാര്യങ്ങളും ചോദിക്കാനുള്ള രീതിയാണ്. ഇപ്പം നമുക്കൊരു കാര്യം ആവശ്യമുണ്ട്, നമുക്കൊരാളോട് അത് ചോദിക്കണം. ഇപ്പം താങ്കളുടെ കയ്യിൽ ഒരു പേനയുണ്ട്, ആ പേന എനിക്ക് വേണമെന്നാണെങ്കിൽ നമ്മൾ ഇതുവരെ ചോദിച്ചു വന്ന രീതി പ്ലീസ് ഗിവ് മീ യുവർ പെൻ എന്നാണ്. ദയവായി താങ്കളുടെ പേന തരുമോ എന്നാണ് അതിൻ്റെ അർത്ഥം. അതേ സമയത്ത് നമുക്കിപ്പം പ്രസന്റ് ഡേ ഇംഗ്ലീഷിൽ നമുക്ക് ആ ചോദ്യം പ്ലീസ് ഗീവ് മീ യുവർ പെൻ എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് യുവർ പെൻ പ്ലീസ് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ താങ്കളുടെ പേന ദയവായി എന്നേ ഉള്ളൂ, തരുമോ എന്നുള്ള ആ ഒരു വെർബ് നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷെ താങ്കളുടെ മുമ്പിലുള്ള ആ പേന എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ ആ ഒരു കാര്യം. അങ്ങനെ സിമ്പിളായിട്ട് ചോദിക്കുന്നതാണ് ഈ നമുക്ക് വേണ്ട കാര്യവും പ്ലസ് പ്ലീസും കൂട്ടിച്ചേർത്തിട്ടുള്ള ഈ ഒരു യൂസേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അതിനെ പറ്റിയാണ് ഇന്ന് നോക്കുന്നത്. സോ നമുക്ക് കൂടുതലായിട്ട് കുറച്ച് സിറ്റുവേഷൻസ് നോക്കാം അങ്ങനെ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നത്. സോ ആദ്യമായിട്ട് താങ്കളുടെ പേര്. നോർമലി നമ്മൾ ചോദിച്ചിരിക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ നോർമലി ചോദിച്ചുകൊണ്ടിരുന്ന രീതി വാട്ട് ഈസ് യുവർ നെയിം എന്നായിരുന്നു അല്ലെ. താങ്കളുടെ പേര് എന്താണെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇത് ഇത്രയും നമ്മുടെ മുമ്പിൽ തന്നെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർക്കണം, ഇതൊക്കെ നമുക്ക് ഫോർമൽ ഇംഗ്ലീഷ് അല്ല. ഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പെക്റ്റോടെ കൂടി അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ലെറ്റർ എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് പറയുന്ന രീതികളല്ല. ജസ്റ്റ് കാഷ്വലായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന നമ്മുടെ റിലേറ്റീവോ ഫ്രണ്ടോ കസിനോ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന രീതികളാണ്. ഫോർമലായിട്ട് ഒരുപാട് റെസ്പെക്റ്റോടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ ചോദ്യം വാട്ട് ഈസ് യുവർ നെയിം എന്ന് തന്നെ ചോദിക്കണം. പക്ഷെ ഇതിപ്പോൾ നമ്മളൊരു ഫ്രണ്ട് അടുത്തുണ്ട് അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുണ്ട്, പുതിയതായിട്ട് വന്ന ഒരാൾ, നോർമലി നമുക്ക് കാഷ്വലായിട്ട് ചോദിക്കണമെങ്കിൽ യുവർ നെയിം പ്ലീസ് എന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെ? യുവർ നെയിം പ്ലീസ്, താങ്കളുടെ പേര് പ്ലസ് പ്ലീസ് കൂടെ ചേർത്താൽ മാത്രം മതി. ഇത് നമുക്ക് വളരെ സിമ്പിളാണ് പഠിക്കാൻ വേണ്ടി. അതേപോലെ ഇപ്പൊ ഒരാളോട് നമുക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കണമെങ്കിൽ വയസ്സ് എന്ന് പറയുമ്പോൾ ഏജ് എന്നാണ് ഇംഗ്ലീഷ്. അപ്പോൾ യുവർ ഏജ് പ്ലീസ്. യുവർ എന്ന് പറഞ്ഞാൽ താങ്കളുടെ. ഓക്കെ, അപ്പം താങ്കളുടെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ യുവർ ഏജ് പ്ലീസ്. അതുപോലെ തന്നെ താങ്കളുടെ അഡ്രസ് ഒന്ന് പറയാമോ എന്ന് ചോദിക്കാനാണെങ്കിൽ യുവർ അഡ്രസ് പ്ലീസ്. താങ്കളുടെ ക്വാളിഫിക്കേഷൻ, ഇനി ഒരാളുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് അറിയണമെങ്കിലോ യുവർ ക്വാളിഫിക്കേഷൻസ് പ്ലീസ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇപ്പൊ ചെറിയൊരു കാര്യം, ജസ്റ്റ് നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് അറിയണമെന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി. ജസ്റ്റ് നമുക്ക് കാര്യം അറിയാമെങ്കിൽ അതിന്റെ കൂടെ പ്ലീസ് മാത്രം ജസ്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കൊരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കാം. നമ്മൾ എവിടെയെങ്കിലും പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, നമുക്ക് വഴി അറിയാം. ഇപ്പൊ എനിക്ക് വഴി അറിയാം, എൻ്റെ കൂടെയുള്ള ആൾക്ക് വഴി അറിയില്ല. അപ്പോൾ ഞാൻ അയാളോട് പറയുകയാണ് ഇതിലേ പോയാൽ മതി. 2 വഴികളുണ്ട്, അപ്പം ഒരു വഴി കാണിച്ചിട്ട് ഇതിലേ പോയാൽ മതി എന്ന് പറയുകയാണ്. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിലോ ഇതിലേ എന്ന് പറഞ്ഞാൽ ഈ വഴിയിൽ കൂടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ദിസ് വേ, ദിസ് എന്ന് പറഞ്ഞാൽ ഇത്, വേ എന്ന് പറഞ്ഞാൽ വഴിയാണ്. ദിസ് വേ പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇതിലേ പോയാൽ മതി എന്ന് പറയുമ്പോൾ ദിസ് വേ പ്ലീസ്. അതേ സമയത്ത് നമ്മളൊരു ഹോട്ടലിൽ പോയി നമുക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരു ചായയാണ്. ഒരു ചായ തരൂ എന്നാണ് പറയേണ്ടത് അല്ല. അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് ടീ പ്ലീസ്. ഓക്കെ, അപ്പൊ സിമ്പിളായിട്ട് എ ടീ പ്ലീസ് എന്ന് ചോദിച്ചാൽ മതി. അതേ സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് 1 ഗ്ലാസ് വെള്ളമാണെങ്കിലും ആ ചോദ്യം ചോദിക്കേണ്ടത് എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ് എന്നായിരിക്കണം. ഓക്കെ, അപ്പോൾ 1 ഗ്ലാസ് വെള്ളം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ 1 ഗ്ലാസ് വെള്ളം എന്നാണ്. അപ്പം അതുപോലെ തന്നെ എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ് എന്നാണ് ചോദിക്കേണ്ടത്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സപ്ലൈ ചെയ്യുകയാണ് ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി എന്തെങ്കിലും കൂടുതൽ വേണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇത് മതിയോ അതോ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് വേണോ എന്ന് ചോദിക്കുന്ന രീതിയാണ് എനിത്തിങ് മോർ. എനിത്തിങ് മോർ എന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും കൂടെ വേണോ എന്നാണ്. അപ്പൊ എനിത്തിങ് മോർ പ്ലീസ്. നിങ്ങളിപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു ഭക്ഷണം കഴിക്കുവാണ്, അപ്പൊ കുറച്ചും കൂടി ചോറ് തരുമോ എന്ന് ചോദിക്കാനാണെങ്കിലോ സം മോർ റൈസ് പ്ലീസ്. സമയം എത്രയാണ് എന്നൊരാളോട് ചോദിക്കണം. അങ്ങനെയാവുമ്പോൾ നമുക്ക് ടൈം പ്ലീസ്. നമ്മളൊരു ബസ്സിൽ കയറി നമുക്ക് എറണാകുളത്തേക്കാണ് പോകേണ്ടത്, അപ്പം 2 ടിക്കറ്റ്സ് വേണം. അപ്പൊ നമ്മൾ കണ്ടക്ടറോട് ചോദിക്കേണ്ട രീതി 2 ടിക്കറ്റ്സ് ടു എറണാകുളം പ്ലീസ്. എറണാകുളത്തേക്ക് 2 ടിക്കറ്റ് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ തിരിച്ച് പറഞ്ഞാൽ മതി. 2 ടിക്കറ്റ്സ് ആദ്യം വന്നിട്ട് 2 ടിക്കറ്റ്സ് ടു എറണാകുളം പ്ലീസ്.
ഇത് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള യൂസേജ് ആണ്. നമുക്ക് അറിയേണ്ട കാര്യം, നമുക്ക് ചോദിക്കേണ്ട കാര്യവും ജസ്റ്റ് പ്ലീസ് മാത്രം ചേർത്താൽ മതി. ഇത് ചോദിക്കാൻ വേണ്ടി നമുക്ക് കൂടുതലായിട്ടൊരു ഇംഗ്ലീഷിലുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുതിയൊരു യൂസേജ് ആയിട്ട് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ.